ഹലോ. അപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള റാഗി വെച്ചിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഈ നോമ്പ് കാലത്തും അതുപോലെ ചൂട് സമയത്തിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഫുൾ ഫൈബറും പ്രോട്ടീനും റിച്ച് ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു റാഗിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവിടാണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരും, അതുവരെ നമ്മൾ കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കുക്കായി വരില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇത് കുറുക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ അതായത് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇത് ചൂട് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ചെറുതായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു റാഗിയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ക്യാരറ്റ് വേവിച്ചതാണ്. ഇത് 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് വേവിച്ചെടുത്താണ് കേട്ടോ. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് 1 ടീസ്പൂണ് വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 10-12 ബദാം ഒന്ന് നേരത്തെ തന്നെ കുതിർത്തി എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ തേനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 4 ടേബിൾ സ്പൂണ് തേൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ഈത്തപ്പഴം എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ മധുരം കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ പഞ്ചസാര ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇപ്പം ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി ഫ്ലേവറും അതുപോലെ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബദാമിൻ്റെ എസൻസ് 2-3 ഡ്രോപ്പും കൂടി ആക്കിയിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ കുറച്ചുകൂടി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് കസ്കസ് കുതിർത്തിയെടുത്തത് ഇട്ട് കൊടുക്കാം. കസ്കസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇഫ്താറിൻ്റെ ടൈമിലും അതുപോലെ ഈ ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. റാഗിയുടെ ആ ഒരു സ്മെല്ലൊന്നും നമുക്കിതിൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്